നോക്കൂ, നമ്മൾ ഈ പറയുന്നത് എന്താണ്, റാപ്പർ വേടൻ എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് ഈ റാപ്പർ എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന ഒരാൾ. റാപ്പ് സംഗീതം എന്ന് പറയുന്നത് 1970-കളിൽ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിരോധത്തിന്റെ സംഗീതമാണ്. മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ തന്നെ, ആ സംഗീതത്തിന്റെ പ്രോദ്ഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നേ, നല്ല മനോഹരമായിട്ടുള്ള റാപ്പ് സംഗീതമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ രാഷ്ട്രീയം പോയി. ആ രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാപ്പ് സംഗീതത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വേടൻ എന്ന കലാകാരന്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ആദിവാസി ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ടൊരു വിഭാഗമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതുമൊക്കെ. എന്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം. ആ വയലൻസ് ഒക്കെ രാവിലെ കണ്ടുകൊണ്ടും രാത്രി ഉണരുകയും രാത്രിയിൽ അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ബാല്യകാലവും പുറന്തള്ളപ്പെട്ടൊരു ജീവിതവുമാണ് എന്റേത്. ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തായാലും കാണിക്കാത്ത കുറെ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിൽ പെട്ട ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവനാണ് ഞാൻ. പുറന്തള്ളപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വംശത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ. ഇപ്പം ഏതാണ് അടിമകൾക്ക് ഏതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അയാൾ. അയാളുടെ കവിത തന്നെയാണ് എഴുതുന്നത്, അയാളുടെ അനുഭവത്തെ തന്നെയാണ് പകർത്തുന്നത്. ഇനിയും മുതുകുകൂനിയും തലകുനിച്ചും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ സമൂഹത്തെ പിടിച്ചുലച്ചു എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയത്. അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്ന ആരാണ്? പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയിലേക്ക് ആ രാഷ്ട്രീയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമാണ്. നമ്മൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊലിപ്പുറത്തെ നിറമൊരു പ്രശ്നമാണ്. അതിനെ വെല്ലുവിളിച്ചു എന്നുള്ളത് ചെറിയൊരു രാഷ്ട്രീയമാണോ? അത്രയും ചെറിയൊരു പ്രായത്തിൽ ഒരു പയ്യനെ നമുക്ക് വിളിക്കാവുന്ന ആളല്ലേ ഈ പറയുന്ന വേടൻ എന്ന് പറഞ്ഞ കല